സ്വർണ്ണ തരികളുടെ ഉറവിടം വയനാടാണെന്ന് മനസ്സിലാക്കിയതോടെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വയനാടായി. സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ സത്യാവസ്ഥ 1807 ഡോക്ടർ ബുചനൻ ദൃഢീകരിച്ചിരുന്നു. 1813 ഡോക്ടർ ഐംസ് ലീ തെക്ക് കിഴക്കൻ വയനാട്ടിലെ സ്വർണ്ണ നിക്ഷേപം സ്ഥിരീകരിച്ചു. 1827 മിസ്റ്റർ യങ് നീലഗിരി പുഴയുടെ തീരത്തുള്ള സ്വർണ്ണ ഖനനത്തിന് നിർദ്ദേശം നൽകി. 1830 മിസ്റ്റർ TH ബാബേർ നീലഗിരിയിലും കുണ്ട പർവ്വതങ്ങളിലും സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി. മലബാർ ജില്ലാ കളക്ടറും ബ്രിട്ടീഷ് സ്വർണ്ണ ഉപഭോക്താവുമായ ഷെഫീൽഡ് ഇവിടുത്തെ സ്വർണ്ണ ലഭ്യതയെക്കുറിച്ച് ശക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. രാജ്യത്തെ സ്വർണത്തിൻ്റെ 10% തൻ്റെ ദേശത്തു നിന്നും ഖനനം ചെയ്തെടുത്തതാണെന്ന് നിലമ്പൂർ രാജാവിൻ്റെ പ്രഖ്യാപനവും മലബാറിലെ സ്വർണ്ണ നിക്ഷേപത്തിന് ഉറപ്പ് നൽകുന്നു. മലബാറിൽ കൂടുതൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത് നിലമ്പൂരിലെ ചാലിയാർ പുഴയുടെ തീരങ്ങളിലായിരുന്നു. ചാലിയാർ പുഴയിലെ സ്വർണ്ണ തരികളുടെ ഉറവിടം വയനാടാണെന്ന് മനസ്സിലാക്കിയതോടെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വയനാടായി.